അവന്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. സകല അകൃത്യങ്ങളിൽ നിന്നും വീണ്ടെടുക്കുന്ന ദൈവം. അവർ ഗോഡ് ഈസ് എ ഗോഡ് ഓഫ് റിഡംഷൻ. കർത്താവിന്റെ നാമത്തെ പ്രതി നിന്നിട്ട് നീ എവിടെയെല്ലാം താഴ്ചയിലേക്ക് പോയിട്ടുണ്ട്, തകർച്ചയിലേക്ക് പോയിട്ടുണ്ട്, പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും വീണ്ടെടുത്ത കർത്താവിന്റെ കരം കുറുകിയിട്ടില്ല. നിന്റെ ജീവിതത്തിലെ അകൃത്യങ്ങളെ നീക്കിക്കളഞ്ഞ് നീ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദൈവത്തിന്റെ ശക്തമായ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ആഴത്തിൽ പോയിരിക്കുന്ന ചില വിഷയങ്ങൾ, ഒരുപക്ഷെ നീ സാമ്പത്തിക വിഷയങ്ങളിലുള്ള തകർച്ചയായിരിക്കാം, ഒരുപക്ഷെ ആരോഗ്യ വിഷയങ്ങളിലുള്ള തകർച്ചയായിരിക്കാം, ഒരുപക്ഷെ തലമുറയുടെ വിഷയത്തിന്മേലുള്ള തകർച്ചയായിരിക്കാം. എന്നാൽ തകർച്ചകളെ പണിയുന്നവനാണ് ഈ ദൈവം. തകർച്ചകളെ പണിതെടുക്കുന്ന ദൈവമാണ് ഈ ദൈവം. എന്നെ നിങ്ങളെ വീണ്ടെടുത്ത ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, എന്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന ദൈവമാണ്. തന്റെ ആലോചനയാൽ എന്നെ നടത്തുന്ന ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം കൈമാറിയ വാഗ്ദത്തം നിവർത്തിക്കുക തന്നെ ചെയ്യും. ഏതു വിഷയത്തിലും പരിഹാരം തരുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ, യേശു ക്രിസ്തു.